ഏത് പൂജയ്ക്ക് ഇവിടെ ഒരുങ്ങുന്ന ആ സമയത്ത് മേളി പരന്നു. ഫേസ്ബുക്കിൽ കണ്ടിട്ടാണ് വന്നത്. വന്ന് ഞങ്ങൾക്ക് വിശ്വാസമായി. ഞങ്ങളിവിടെ വന്ന് തുടർച്ചയായിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു. കാര്യം നടന്നു. ധനവും ഐശ്വര്യവും സമ്പത്തും ആയുസ്സും ആരോഗ്യവും കൊടുക്കുന്ന മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും ഇരിക്കുന്ന ഭൂമിയിലെ ഏക ക്ഷേത്രം ലക്ഷ്മി നാരായണ. ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടോ, ഒരു പ്രാവശ്യം ഇവിടേക്ക് വരൂ, അതിന് നല്ല ശമനമുണ്ടാകും. നിൽക്കുന്നത് പാരിപ്പള്ളിയിലുള്ള, കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലുള്ള വവ്വാക്കുന്ന് ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലാണ്. ഞാൻ മുൻപ് സൂചിപ്പിച്ച കാര്യം, ഇവിടെ വന്ന ഓരോരുത്തരും അവരുടെ അനുഭവങ്ങൾ പറഞ്ഞതാണ്. ഒരുപാട് പേര് തങ്ങളുടെ നല്ല നല്ല അനുഭവങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ എത്തിയ ശേഷം ഉണ്ടായിട്ടുള്ള പല മാറ്റങ്ങളും പറയുന്നുണ്ട്. അപ്പൊ ചിലരുടെയൊക്കെ അനുഭവങ്ങൾ ഒന്ന് ചോദിക്കാം. ചേച്ചി എന്താ പേര്? ബിന്ദു. എവിടുന്നാണ്? ഇത് രണ്ടാമത്താണ്. ഇവിടെ വന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ തീരുന്നു എന്നൊക്കെ പറയുന്നു. അങ്ങനെ കേട്ടിട്ട് വന്നതാണല്ലേ? നിങ്ങൾക്ക് വന്നിട്ട് എന്തെങ്കിലും അനുഭവം ഉണ്ടായോ? ആദ്യം വന്നപ്പോ തന്നെ വീണ്ടും വരണമെന്നൊരു നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിച്ച എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കുകയോ അല്ലെങ്കിൽ നടക്കാനുള്ള എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടോ? പ്രാർത്ഥിച്ചതേ ഉള്ളൂ. ഇവിടെ വന്നപ്പോ എന്തൊക്കെ വഴിപാട് നടത്തി? എല്ലാം ഇവിടെ നോക്കി, എല്ലാം വേണ്ടുന്ന ദേവിക്കുള്ളതും എല്ലാം, പിന്നെ അല്ലാതെ ശനീശ്വര പൂജയും എല്ലാം. ഞാനങ്ങ് വള്ളോന്തറ എന്ന് പറയും, നമ്മളെ പാലത്തറ കൂനമ്പായക്കളൊക്കെ കൊല്ലം ജില്ല തന്നെ. പാലത്തറ NS മെഡിസിറ്റി എന്നൊക്കെ പറയാം, അതിനടുത്തുള്ള. ഈ വരുന്നവരുടെയൊക്കെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ തീരുന്നു അങ്ങനെ പറഞ്ഞു കേട്ടാണ് ഞാനും വന്നത്. പക്ഷെ ഇപ്പൊ 6 ആഴ്ചയായി. ഞാൻ ഇന്നലെ ഒന്നും ആയിട്ടില്ല. ഞാൻ ഇന്നലെ എല്ലാം ഇരിക്കുന്ന കക്ഷിയായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞ് 7 പൂജ കഴിയുമ്പോൾ ശരിയാകുമെന്ന് പറഞ്ഞു. 7 ആഴ്ചകളിൽ 7 പൂജകൾ ചെയ്യുമ്പോൾ വേറെ ഒന്നും ആയില്ല. ഏതാണ്ട് അതിന്റെ ഒരു തുടക്കമായെന്ന് തോന്നുന്നു. ധനപരമായിട്ടുള്ള പ്രശ്നം, ഇച്ചിരി ബാങ്ക് ആയിട്ടുള്ള ഒരു ഇടപാടൊക്കെ ഉണ്ട്. അതിനിവിടെ പറഞ്ഞ പൂജയെല്ലാം ചെയ്തോണ്ടിരിക്കുന്നത്. എപ്പോഴാ ദൈവം പ്രസാദിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പൊ എന്തായാലും നിങ്ങൾ ഒരു റിസൾട്ട് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നു. ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞ് ഇനി ഒരു പൂജയും കൂടെ ഉണ്ട്, അടുത്ത ആഴ്ചയിലെ 2 പൂജയുണ്ട്. കുറച്ച് ദൂരം, അതായത് തിരുവനന്തപുരത്ത് അങ്ങറ്റം വിഴിഞ്ഞത്തുനിന്ന് വരുന്നത്. ഇത് 3ാമത്തെ തവണയാണ് നടക്കാൻ സാധ്യത ഉണ്ടോ? ആ പ്രതീക്ഷയിൽ വരുന്നുണ്ട്. അമ്മ കടാക്ഷിക്കട്ടെ. 7 ആഴ്ച 7 ആഴ്ച 3 ആഴ്ച ആയിട്ടുള്ളൂ. 3 ആഴ്ച ആയുള്ളൂ. ഇവിടെ വന്നിട്ട് വേറെ ആരെങ്കിലും ഒക്കെ കണ്ടിട്ട് ചോദിച്ചോ അവരുടെ കാര്യങ്ങളൊക്കെ നടന്നു? ഒന്നും ഞങ്ങൾ ചോദിച്ചില്ല. ഞാൻ ചേച്ചിയാണ് ഫേസ്ബുക്കിൽ കണ്ടുകൊണ്ട് എന്നെ വിളിക്കണത്. ഞങ്ങൾ രണ്ടും കൂടെ. എന്റെ പേര് ശൈലജ. ചേച്ചി, എന്റെ ചേച്ചി എന്തോ ഇവിടെ അങ്ങനെ തന്നെ കുടുംബം നേരെ പോകാൻ വേണ്ടിട്ട്. ഇളയാളിന് കുഞ്ഞുങ്ങൾ ജനിച്ചില്ല. മൂത്ത മോന്റെ കല്യാണം പോയി. അവ കൊച്ചിനെ പോലും കാണാൻ ഒരു നിവൃത്തിയില്ലാതെ അവളെ കൊണ്ടുപോയി. തടസ്സങ്ങളെ ഉള്ളു മോന്. വരുമാന മാർഗങ്ങളാണ്. കുടുംബക്ഷേത്രത്തിൽ ഞങ്ങൾക്ക് തൊട്ടടുത്തുണ്ട്. അവിടെ കൈയെടുത്തിട്ട് വിളിച്ചിട്ടേ വരുവുള്ളൂ. പക്ഷെ ഇന്നലെ എനിക്ക് പോകാൻ ഒട്ടും പറ്റാതെ ഇപ്പൊ കാലുകൊണ്ട് വേദന കൊണ്ട് സഹിക്കാൻ വയ്യാതെ കിടപ്പായി പോയി. എന്തായാലും അമ്മയെ പോലെ 100 കണക്കിന് ആളുകളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അമ്മയുടെ പ്രാർത്ഥന എന്തായാലും കേൾക്കട്ടെ. ഈ 7 ആഴ്ചകൾ കഴിയുമ്പോ അമ്മയുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചോ? അതിനുള്ളിൽ സംഭവിക്കണം.
ആൾക്കാരുടെ അടുത്ത് പറയണം, ചുറ്റുമുള്ളവരടുത്ത് പറയണം, അവരെ പറഞ്ഞു വിടണം. അങ്ങനെയൊക്കെ ഉള്ള ആഗ്രഹത്തിലാണ് വരുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം ഈ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് പോയിട്ട് എന്തെങ്കിലും പോസിറ്റീവ് ഉണ്ടോ? ഉണ്ട്. ഇങ്ങനൊന്ന് ചോദിച്ചായിരുന്നല്ലോ, എന്ത് ഭയങ്കര സങ്കടമായിട്ടൊക്കെ ഇരിക്കുന്നു. അതെ അതെ അതെ. ഇപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷത്തിലായി ഇപ്പൊ വന്നത്. ചേച്ചി സന്തോഷം കണ്ടതുകൊണ്ടാണ് ചേച്ചിയുടെ പിന്നാലെ വന്നത്. തന്നെ ഇപ്പൊ എനിക്ക് നല്ലതായി, എല്ലാം നല്ലതായി വന്നു. അപ്പൊ എന്നാലും 7 ആഴ്ച വരേണ്ടി വരും അല്ലേ? വരണം. പാർട്ടിയത്ത് ആയതേ ഉള്ളൂ. അപ്പൊ കഴിഞ്ഞതിന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി. അപ്പോ ചേച്ചി ഇവിടെ വന്ന് ദുഃഖത്തിലിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വളരെ വിഷമിച്ച് ഞങ്ങളൊക്കെ ചോദിച്ചു. ചേച്ചിയുടെ സന്തോഷം ഉണ്ട്. ചേച്ചി എന്ത് പൂജ ഇവിടെ ചെയ്തത്? ഇപ്പൊ കുരിശി പൂജ ചെയ്ത്, നരസിംഹ പൂജ ഉണ്ടെന്ന് തോന്നുന്നു, പിന്നെ ശനി പൂജ, അങ്ങനെ 3 എണ്ണം ഉണ്ട്. ഇതിലൊക്കെ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. ഫേസ്ബുക്കിൽ കണ്ടാണോ? ഇവിടെ വന്നിട്ട് ആദ്യത്തിനൊക്കെ ചോദിച്ചപ്പോ ഇവര് ഈ പറഞ്ഞ കാര്യം ഫേസ്ബുക്കിൽ കണ്ട കാര്യം ഉള്ളതാണെന്നൊക്കെ പറഞ്ഞു. ഫേസ്ബുക്കിൽ കാണുന്ന കാര്യമൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഒരുപാട് ഫേക്കായിട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ തോന്നിയോ? എന്താ പഠിക്കുകയാണോ? എന്താ പഠിക്കുന്നത്? ജേർണലിസം. എവിടെയാ പഠിക്കുന്നത്? ഈ ജേർണലിസം പഠിക്കുന്നവർക്ക് പൊതുവെ ഭക്തി മാർഗം കുറവാണെന്നാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. ഇവരൊക്കെ വിശ്വാസികളല്ല. നിങ്ങൾ വിശ്വാസിയാണോ? മുൻപ് അമ്പലങ്ങളിലൊക്കെ പോകാറുണ്ടോ? ഒരുപാടങ്ങ് പോയിട്ടില്ല. പരസ്യങ്ങൾ രഹസ്യമാക്കാൻ പാടില്ല എന്ന് പറയും. ഇപ്പോൾ ചില രഹസ്യം നമ്മളിവിടെ വന്നിട്ട് ഈ വാർത്തകളൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു രഹസ്യം അങ്ങോട്ട് ചോദിക്കട്ടെ. അതിന്റെ സത്യമായിട്ടുള്ള കാര്യം പറയൂ. ശരി. ഈ അമ്പലത്തില് ഇത്രയധികം ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ വന്ന് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു, പല പല കാര്യങ്ങൾ. അപ്പോൾ ഇതിന്റെ ഒരു രഹസ്യം ഞങ്ങൾ മനസ്സിലാക്കിയത് ഇവിടെ ചെയ്യുന്ന പൂജാവിധികളാണ്. അതായത് ഒരു അർച്ചന നടത്തിയാൽ പോലും കൃത്യമായിട്ട് അവരുടെ പേര് എടുത്ത് ആ പേര് വായിച്ച് അർച്ചന നടത്തുന്നത് കൊണ്ടായിരിക്കും അവർക്ക് ഫലം കിട്ടുന്നത് അല്ലേ? കൃത്യമായിട്ട് അവരെ പേരെടുത്ത് അവരെ നാളും പേരും എടുത്ത് അർച്ചന ചെയ്യും. ഒരു രസീത് പോലും എടുത്ത് അങ്ങോട്ട് മാറ്റിക്കളയില്ല. അതെടുത്ത് ഭഗവാന്റെ മുമ്പിൽ അവരെ നാളും പേരും പറഞ്ഞ് അർച്ചന ചെയ്തതിനു ശേഷം രസീത് മാറ്റും. അതാണ് കൃത്യമായിട്ടുള്ള പൂജകളാണ് ഇവിടെ. അതുകൊണ്ടല്ല, ഭൂമിയിൽ ഏക ക്ഷേത്രമാണ് ലക്ഷ്മീനാരായണ ക്ഷേത്രം. ധനവും ഐശ്വര്യവും സമ്പത്തും ആയുസ്സും ആരോഗ്യവും കൊടുക്കുന്ന മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും ഇരിക്കുന്ന ഭൂമിയിലെ ഏക ക്ഷേത്രം ലക്ഷ്മീനാരായണ. വേറെ ക്ഷേത്രം ഭൂമിയിലില്ല. അപ്പൊ സർവ്വ ഐശ്വര്യവും കൊടുക്കുന്ന ആളാണ് ഇരിക്കുന്നത്. അവർക്ക് മുമ്പിൽ വന്ന് ആര് വന്ന് എന്ത് പൂജ ചെയ്യുന്നു ആ കാര്യം അവിടെ സാധിച്ചു കൊടുക്കും. ഈ ദേവന്റെയും ദേവിയുടെയും ഐശ്വര്യത്തിന് പുറമെ നമ്മൾ കൃത്യമായി ഒരു കൃത്യതയോടുകൂടി പൂജകൾ ചെയ്യുന്നത്, കൃത്യനിഷ്ഠയായിട്ടാണ് പൂജ ചെയ്യുന്നത്. ഒരു ദിവസം പോലും, ഒരു സെക്കൻഡ് പോലും മാറില്ല പൂജകൾ. കൃത്യനിഷ്ഠ. അത് ഞാൻ ആരെയും അനുവദിക്കില്ല. ഏതായാലും അങ്ങാണല്ലോ ഇവിടുത്തെ രക്ഷാധികാരി. അങ്ങനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും കൃത്യമായിട്ട് ഒരു അർച്ചന എഴുതിയാൽ ആ രസീത് വായിക്കുവാനോ അത് അവർക്ക് കൃത്യമായി പ്രസാദം കൊടുക്കാനോ പോലും കൂട്ടാക്കുന്നില്ല. അല്ല, ഇവിടെ കൃത്യമായിട്ട് ആ രസീത് വായിച്ച് അവരെ കേക്ക് പ്രസാദം ചെയ്ത് പ്രസാദം കൊണ്ട് കൊടുക്കുന്നുണ്ടോ, പൂജ ചെയ്ത് കൊണ്ട് കൊടുക്കണം. കൃത്യമായിട്ട് ഒരു തരികടാണെങ്കിൽ അപ്പോഴും പോറ്റി ഇറങ്ങി ഒരു കർശനമായിട്ട്. എന്നിട്ട് ഒരു മാല കൊണ്ടുവന്നാൽ അവിടെ വന്നിട്ട് അവരെടുത്ത് കുട്ടയിലിടും. ഓരോ അമ്പലം ഇവിടെ ഇടില്ല. അവരെ നാളും പേര് എഴുതി ഭഗവാന്റെ കഴുത്തി ചാർത്തിലെ പാദത്തിൽ, കഴുത്തി കൊള്ളാത്ത മാലകളെ പാദത്തിൽ സമർപ്പിക്കും. അത് ഭഗവാന്റെ കാര്യത്തിൽ പിന്നെ വേറൊരു വിട്ടുവീഴ്ചയില്ല. അത് ഒരു പോറ്റിയിലും എൻ്റെ മക്കളോടെ ഇല്ല, ആരോടെ ഇല്ല, പൊതുജനങ്ങളോടെ ഇല്ല. എനിക്ക് കൃത്യനിഷ്ഠയായിരിക്കണം ഭഗവാന്റെ കാര്യം. അവിടെ പിന്നെ ഒരു സ്നേഹം ആരോടെ കാണും. ഇവിടെ ഇരിക്കുന്ന സ്റ്റാഫുകളോടെ ഇല്ല. ജോലി ചെയ്യണം. അവർ കൃത്യമായിട്ട് ശമ്പളവും കൊടുക്കും. പക്ഷെ സ്നേഹം പിന്നെ ഭഗവാന്റെ കാര്യത്തിൽ കൃത്യമായിട്ട് വളരെ കൃത്യമായിട്ട്. അതുപോലെ ആ പൂജ ഇപ്പം കുരുതി പൂജ നടക്കുന്നത് കൃത്യമായിട്ട് ചെയ്യണം. ഒരു നാമം അവിടെ തന്നെ ഞാൻ ഇവിടെ നിന്ന് വിളിക്കും. 1008 സഹസ്രനാമം ചൊല്ലിയേ ആ പൂജ നമ്മുടെ ചെയ്യാൻ പറ്റില്ല. അവർ പോറ്റുകാർ തരികടെ കാണിക്കും. ഞാൻ ശ്രദ്ധിക്കും. അവരെ കാണിക്കും. അവർ വാക്കുണ്ടെങ്കിൽ 2, 3 എണ്ണം ചെല്ലും. ഇവിടെ നടക്കൂല. ഇവിടെ കൃത്യമായിട്ട് ചെയ്തേ പറ്റും. 3/4 മണിക്കൂർ എടുക്കും 1008 സഹസ്രനാമം അത് ചൊല്ലിയൊക്കെ. അതിനാണ് 7 ആഴ്ച കുരുതി പൂജ വെച്ചേക്കുന്നത്. 7056 സംഖ്യ ജപിച്ച് ഒരു കുരുതി പൂജ വെച്ചേക്കുന്നത് 7 ആഴ്ചക്കാണ്. ഒരാഴ്ചയ്ക്ക് 3/4 മണിക്കൂറേ എടുക്കാക്കൂ. അങ്ങനെയാണ് 7 ആഴ്ച വെച്ചിരിക്കുന്നത്. 7 ആഴ്ച കൊണ്ടാണ് ഈ പൂജ ചെയ്യുന്നത്. അതാണ് ആളുകൾക്ക് ഫലപ്രാപ്തി ഉണ്ടാകുന്നത്. നമ്മൾ 7056 നാമം പറഞ്ഞ് പൂജ തുടങ്ങി. ഇപ്പം ഇവിടെ എത്രയാണ്?
ഒരു 100-400 പേര് ഒരു ദിവസം ഇവിടെ കാണും. ഒരു ദിവസം 4 ലക്ഷം നാമം വീഴും. 7 ആഴ്ച 28 ലക്ഷം നാമം വീഴും ഒരു പുല്ലി പൂജ. അതുപോലെ 1 ലക്ഷം, അങ്ങനെയാണ് ഇവിടെ പൂജ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വ്യക്തി അവർക്കുണ്ടാവും. അത്രയും വലിയ ഒരു യാഗശാലയാണ് ഇവിടെ നടക്കുന്നത്. യാഗമാണ് വലിയൊരു യാഗശാല നടക്കുന്നത് എന്ന് വെച്ചാലേ ഒരു മാസത്തിൽ എത്ര യാഗമാണ് ഇവിടെ നടക്കുന്നത് നോക്ക്. ശനീശ്വര ഹോമം ഉയർച്ച, അതാണ് തീർച്ചയായിട്ടും നാമശക്തിയാണ് ഈ ഉയർച്ച. എത്ര നാമം നമ്മൾ ഭഗവാൻ ചെയ്യുന്ന അത്രയും ഉയർച്ച ഉണ്ടാവും. എത്ര പാദം ഭഗവാന്റെ ഈ മണ്ണിൽ സ്പർശിക്കുന്ന അത്രയും ശക്തി ഭഗവാനുണ്ടാവും. ഇവിടെ എത്തുന്ന ഓരോ ഭക്തരും ഈ രക്ഷാധികാരിയായ ഇദ്ദേഹം ജയദേവൻ, അദ്ദേഹത്തിനെ കാണാതെ ഒരു ഭക്തരും മടങ്ങാറില്ല. ഇല്ല, എല്ലാവരും വന്ന് അവരെ പറഞ്ഞ് അവരെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് അവരെ നോക്കി പൈസ കൊണ്ടുപോലും ഇല്ല ഒന്നും ഇവിടെ. ഞാനിപ്പോ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇന്നിപ്പോ നമുക്കിവിടെ വന്നിരിക്കുന്ന 100 കണക്കിന് പേരുണ്ട്. അവർക്കൊക്കെ വ്യത്യസ്തമാകുന്ന ഒരുപാട് അനുഭവങ്ങളാണ്. ആരും നെഗറ്റീവായിട്ടൊന്നും പറയുന്നില്ല, പോസിറ്റീവായിട്ട് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ചിലർ പറയുന്നു അവർ ആദ്യമായാണ് ഇവിടെ എത്തിയത്, ഇന്നിപ്പോ എത്തിയതേ ഉള്ളൂ എന്ന് പറയുന്നതല്ലാതെ ആരും മോശമായിട്ടൊന്നും പറയുന്നില്ല. നമുക്കൊരു സ്ത്രീ കൊണ്ടുവന്ന ഭഗവദേവിക്ക് ആ സ്ത്രീ ഇവിടെ എവിടെ കാണണം. എന്താ സമർപ്പിച്ചേ? ഒരു ദേവിക്ക് പട്ട് മുണ്ട് ഉടുപ്പും ഈ സെറ്റ് മുണ്ട് ഉടുപ്പും കൊണ്ടുവന്നിരിക്കും ഉടുപ്പിക്കാൻ കൊണ്ടുവന്ന് അത് മാത്രമല്ല ഇവിടെ ഓരോ ഭക്തര് അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ അവര് ഭഗവാന് അല്ലെങ്കിൽ ലക്ഷ്മി നാരായണൻ സമർപ്പിക്കുകയാണ്. അവരെ കൊണ്ടുവന്ന് അവരാൽ ഒക്കുന്നത് അവർ കൊണ്ടുവന്ന ഭഗവാൻ ആവശ്യപ്പെടുന്നില്ല. ഒരെണ്ണത്തിന് ആവശ്യപ്പെടും. അത് ഞാൻ പറയും നിങ്ങളും ഭഗവാനും ആയിക്കോളണം. ഇന്നിപ്പോ ഒരുപാട് പേരുടെ ഒരുപാട് പേര്. ഹലോ ഹലോ ഇതിന്റെ ഈ അനുഭവം ചോദിച്ചോ. ഇതിപ്പം ഇവിടെ ഉടയാടെ ഇതും കൊണ്ട് എന്താണ് ചോദിച്ചോ. ഇത് എന്താണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു സമർപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്? എന്താണ് അമ്മ ഞങ്ങൾക്ക് സർവൈശ്വര്യങ്ങളും തന്നു. തലയിറക്കം മാറിയാ എത്ര നാള് വന്നു? ഞാനിപ്പം ആദ്യം വന്ന് ഇപ്പം രണ്ടാമത് വീണ്ടും വന്നപ്പോ ഈ ആദ്യം വന്ന് രണ്ടാമത് വന്നപ്പോ തന്നെ ഒരു ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ഉണ്ടായി. അത് പറയുന്നതൊക്കെ ഉള്ളതാണ്. ഒരുപാട് പേര് പറയുന്നു കാര്യം നടന്നല്ലോ. ഇവിടെ വന്നതിൽ ഒരു നഷ്ടം ഉണ്ടായി. ശരി, ആയിക്കോട്ടെ. ഇതിന് തലയിറക്കം ഇവിടെ വന്നപ്പോ ഞാൻ ഇവിടെ വിളിച്ചു നിർത്തി. അവിടെ കയറാൻ നോക്കുന്നില്ല. അപ്പൊ ഇവര് ഭാര്യയും ഭർത്താവിടെ വെറുതെ വീട്ടിലങ്ങ് വഴക്കാം. അലച്ചണ്ട ചുമ്മാ ഇവളങ്ങ് വഴക്കിനോട് ചെല്ലുക. അങ്ങനെ ആയപ്പോ എന്റെ മനസ്സിൽ തോന്നി ഇവളെ ഇവിടെ ഒന്ന് കൊണ്ടുവരണം. നീ വരാ എന്നെല്ലാം ഉറപ്പിച്ച് പറഞ്ഞു വെച്ച് ഇന്നലെ വൈകിട്ട് വിളിച്ചു പറയുന്നത് എനിക്ക് ശരീരം വയ്യ, തല കറങ്ങുക, ഞാൻ വരുന്നില്ല. ഞാൻ പറഞ്ഞു വാ, അങ്ങനെയൊക്കെയാ വരാതിരിക്കാൻ തടസ്സപ്പെടുത്തിയാണ്. അപ്പൊ ഞാൻ വിളിച്ച് സമയമല്ലല്ല, അതേപോലെ തങ്ങളിലുള്ള ദുരിതം അവിടെ വീട്ടിനകത്ത് പ്രശ്നങ്ങളാണ്. സമയദോഷമുള്ളവരെ ഇവിടെ കയറ്റൂല, എത്തിക്കൂല. താഴെ വന്നപ്പോ അതുവരെ ഒരു കുഴപ്പമില്ല. ബസ്സേ കായംകുളത്തുനിന്ന് വരുക. അവിടെ വന്നപ്പോ അവക്ക് തല കറങ്ങുന്നു, കേറാൻ വയ്യ. ഞാൻ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് അവിടെ ചെന്ന് ചേട്ടന്റെ അടുത്ത് സംസാരിച്ച് അത് കഴിഞ്ഞിപ്പോ ഇച്ചിരി കുറവുണ്ട്. എല്ലാം തൊഴുത് അങ്ങനെ വന്നിട്ടൊന്നുമില്ല. ഇപ്പൊ കുറച്ച് 2-3 മാസം കൊണ്ട് എന്തോ വീട്ടിലെന്തോ ഒരു പ്രശ്നമുണ്ട്. ഇവര് ഭാര്യയും ഭർത്താവും നല്ല രീതിയിൽ ജീവിച്ചു വന്നവരാ. ഒരു 6 വർഷം കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ ഒരു 2 മാസം കൊണ്ട് തമ്മിലങ്ങ് അടിയാ. അല്ല, ഒരുപാട് പേര് ഇതിപ്പോ ഞങ്ങള് തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരുപാട് പേരുടെ അനുഭവങ്ങളുണ്ട്. അപ്പോൾ അതിലൊന്നും ഇവരുടെ കാട്ടി നിങ്ങളെ കാട്ടി വലിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാര് ഇവിടെ അല്ലെ, ഇവരെ കാട്ടി വലിയ പ്രശ്നമുള്ള ആൾക്കാര് രണ്ട് ഡിവോഴ്സായി നിയമപ്രകാരം ഡിവോഴ്സായവർ ഇവിടെ വന്ന് നിയമപ്രകാരം ഡിവോഴ്സായ എത്ര എണ്ണത്തിന് ഇവിടെ തീർപ്പാക്കി അവര് തന്നെ ഇവിടെ വന്ന് വേണ്ടെന്ന് ചെയ്യുന്നു. കുടുംബത്തിന്റെ ഐശ്വര്യം എന്ന് കുടുംബ ഐശ്വര്യം, അത് ലക്ഷ്മിയും വിഷ്ണുവും കുടുംബമായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പൊ വരുന്നവർക്കെല്ലാം കുടുംബ ഐശ്വര്യം കൊടുക്കും. അതിന് പിന്നെ മാറ്റമില്ലല്ലോ. ഭഗവാന്റെ അനുഗ്രഹം അവരെ കിട്ടിയിരിക്കും. എനിക്ക് 2 ആഴ്ചയായുള്ളൂ വന്നിട്ട്. എനിക്ക് വീട്ടിൽ ഒത്തിരി മാറ്റമുണ്ട്. എന്റെ മോളാന്നെ പഠിക്കാൻ വിധിക്കുകയായിരുന്നു. കോളേജ് മാറി ഉടനെ മോക്ക് അവിടെ ഒരു പഠിക്കുന്ന കൊച്ചിനൊരു വൈരാഗ്യം. അവക്ക് പഠിക്കാൻ തോന്നത്തില്ല ഇരുന്നാല്. ഇവിടെ വന്ന് ചേട്ടന്റെ അടുത്ത് സംസാരിച്ച് ചേട്ടൻ പറഞ്ഞു മോക്ക് ഒരു കുഴപ്പം. കഴിഞ്ഞ പ്രാവശ്യം പൂജയ്ക്ക് വന്ന് മോള് തന്നെ വന്നു, കൂട്ടുകാരനെ വിളിച്ചോണ്ട് വന്നു. അതെ, ഞങ്ങളെ ഇവിടെ ദൈവം വരുത്തിച്ചതാണ്.
ചവിട്ടി കഴിഞ്ഞാൽ ആ വരുന്ന ഭക്തർക്ക് അവരെ സർവ്വദോഷങ്ങളും മാറ്റിക്കൊടുക്കും. ഈ മണ്ണി പാദം സ്പർശിച്ച അവർക്ക് പ്രത്യേക തന്നെ തലവെളുക്കുന്നുണ്ടാവും. അത് ഈ ചവിട്ടി കഴിയുമ്പോൾ ഇരുണ്ടിരുന്നതാ ഇപ്പൊ അതിന്റെ പ്രത്യേക എനർജി അതിന് കൊടുത്തിരിക്കും. അവര് തെളിച്ചുകൊണ്ട് വന്നപ്പോഴെല്ലാം മുഖലിലൊക്കെ മുഖത്തൊരു തലവിളിക്കണ്ട. ഇപ്പൊ ഒരു ഐശ്വര്യമുണ്ട് മുഖത്ത് കുറിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോ. ഏതായാലും ഈ വലുതായാലും ചെറുതായാലും ഓരോരുത്തർ പറയുന്ന അനുഭവങ്ങളൊക്കെ ചെറിയ അനുഭവങ്ങളല്ല. അവരുടെ പലരും പല പല പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും കടബാധ്യതയും ഒക്കെ ആയിട്ട് ഇവിടെ വരുന്നവരാണ്. അവരിവിടെ എത്തി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് പലർക്കും ഉണ്ടാകുന്നത്. നളിനി, പാലക്കാട്. എത്ര പ്രാവശ്യം വന്നു? ഇത് 3ാമത്തെ പ്രാവശ്യം. ഇവിടെ എത്തിയിട്ട് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളുണ്ടാകുന്നുണ്ടോ? മേഡം എന്ത് ചെയ്യായിരുന്നു? ഞാൻ ഡെപ്യൂട്ടി കളക്ടറാണ്. മുമ്പേ അമ്പലങ്ങളിലൊക്കെ പോകാറുണ്ടായിരുന്നോ? സർവീസിലുള്ളപ്പോഴും അമ്പലങ്ങളിലൊക്കെ ഇല്ല, അപ്പൊ കോട്ടയ്ക്കകത്ത് ഹനുമാൻ കോവിലും പിന്നെ സായി മന്ദിറിലും മാത്രമേ പോകാറുള്ളൂ. ഞാൻ പറ്റാറില്ല. ഇവിടെ ഒരു കാര്യം മനസ്സിൽ ഉദ്ദേശിച്ചിട്ട് വന്നു, അത് നടക്കുമെന്ന് കരുതി ഇവിടെ വരുമ്പോൾ? അല്ല, ഞാൻ ഈ ഫേസ്ബുക്കിൽ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചേട്ടനെ വിളിച്ച് ചോദിച്ചിട്ട്, അപ്പോൾ ഞങ്ങൾ ഇത് എൻ്റെ കൂടെ വർക്ക് ചെയ്ത് ഇവിടെ റിട്ടയർഡ് RDO ആണ്. ഡെപ്യൂട്ടി ഹസ്ബൻഡ് കൂടെ ഞങ്ങൾ 10ാം തീയതി വന്നത്. അപ്പോൾ ഇങ്ങനെ പൂജ ചെയ്യണം പറഞ്ഞു. അപ്പം അറിയില്ലല്ലോ, ഇവിടുത്തെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. ചോദിച്ചവരൊക്കെ പോസിറ്റീവാണ്. എനിക്കിപ്പോൾ 2 ദിവസം മുന്നേ ഒരു പ്രാർത്ഥിച്ചതിൽ ഏകദേശം മുക്കാലല്ല ശരിക്കും ആയി. എൻ്റെ ഫൈനലുണ്ട്. വേറെയും കുറച്ച് കാര്യങ്ങൾ 3-4 പ്രാർത്ഥിച്ചിട്ടുണ്ട്. നടക്കുമെന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ 3 വർഷമായി. ആവുന്ന് പ്രതീക്ഷിക്കുന്നു. 7 ആഴ്ച വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 7 ആഴ്ച വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു മറുപടിയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അവര് റിട്ടയർഡ് ചെയ്തിട്ടുള്ള 2 പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ജോലി ചെയ്തിട്ടുള്ള 2 ഉദ്യോഗസ്ഥകളാണ്. അതിലൊരാൾ ഇവിടെ വന്നു കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ, അല്ലെങ്കിൽ 2ാമത്തെ പ്രാവശ്യം എത്തിയപ്പോൾ തന്നെ അവരുടെ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നടന്നതിൻ്റെ ഒരു വലിയ സന്തോഷമാണ് അവരിപ്പോൾ പങ്കുവച്ചത്. മറ്റു ചിലരുടെ പ്രതികരണം കൂടി കേൾക്കാം. സ്ഥിരമായിട്ടിവിടെ ഉണ്ടല്ലോ, ഇവിടുത്തെ സ്ഥിരം വിശ്വാസിയാണോ? ഞങ്ങളിപ്പോ ഒരു 8-9 തവണയായിട്ട് വരുന്നുണ്ട്. ഈ വന്നിട്ട് എന്ത് സംഭവിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ? വരുന്നതിന് മുൻപ് എന്തായിരുന്നു, വന്നതിന് ശേഷം എന്താ സംഭവിച്ചത്? ഒരു ഫാമിലി പ്രശ്നമായിട്ട് വന്നതാ. ഇപ്പൊ ഞായറാഴ്ച കൊണ്ട് അതിനൊരു അവസാനം ഉണ്ടാവും. ശരിക്കും ഫാമിലി പ്രശ്നം കോടതിയിലാണ് തരുന്നത്. ഒരു അമ്പലത്തിൽ വന്ന് ഫാമിലി പ്രശ്നം തീർന്നോ? നമുക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടല്ലോ. ഫേസ്ബുക്കിൽ കണ്ടിട്ടാണ് വന്നത്. വന്ന് ഞങ്ങൾക്ക് വിശ്വാസമായി ഞങ്ങളിവിടെ വന്ന് തുടർച്ചയായിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു. കാര്യം നടന്നു. നിങ്ങൾ സാധാരണ ഇവിടെ 7 ആഴ്ച വരണമെന്ന് പറഞ്ഞു. എത്ര പ്രാവശ്യം വന്നപ്പോഴാണ് നിങ്ങൾ ആവശ്യം നടന്നത്? ഞങ്ങളൊരു 4-5 തവണ ആയപ്പോ തന്നെ 7 പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്യേണ്ടി വന്നില്ല. 4-5 തവണ ആയപ്പോ തന്നെ നടന്നു. എന്തായാലും ഞങ്ങളിവിടെ ആദ്യം നിങ്ങളെ കാണാറുണ്ട്. നിങ്ങളുടെ ആദ്യം പലപ്പോഴേ കാണാറുണ്ട്. അത് വളരെ ദുഃഖിച്ച മുഖമായിരുന്നു. ഇത് നിങ്ങൾ നന്നായിട്ട് ചിരിക്കുന്നു. സന്തോഷമുണ്ട്. ഞായറാഴ്ച കൊണ്ട് എല്ലാത്തിനും ഒരു അവസാനം. അതിന്റെ ഒരു സന്തോഷമുണ്ട്. എന്തായാലും അങ്ങയുടെ മുന്നിലെത്തുന്നവരൊക്കെ ഇവിടുന്ന് കരഞ്ഞു വരുന്നവരൊക്കെ ചിരിച്ചു പോകുന്നുണ്ട്. കരഞ്ഞു വരുന്നവരെല്ലാം ചിരിച്ചോണ്ടേ പോകാറുള്ളൂ. ആദ്യത്തെ ദിവസം ഇവിടെ കരഞ്ഞോണ്ട് വരും, പിറ്റേന്ന് ചിരിച്ചോണ്ടേ ഇതിനകത്ത് കയറും. അത് ഭഗവാന്റെ ഈ മണ്ണിൽ ചവിട്ടി കഴിയുമ്പോൾ അവരാ കംപ്ലീറ്റ് അവരാ മാറ്റം കൊടുക്കും. അവരൊക്കെ സർവ്വ ഐശ്വര്യം അപ്പോഴും കിട്ടിയാണ്. ഏതായാലും നിങ്ങളെ കാര്യം നടക്കും. ഇനി അങ്ങോട്ട് വരാതിരിക്കും. ഉറപ്പായിട്ടും വരും. ഇത് അമ്മയാണോ? അമ്മ എന്താ പറയാനുള്ള മോളുടെ കാര്യത്തിൽ? സന്തോഷം. അമ്മ വിചാരിച്ചിരുന്നു ഇവിടെ വരുമ്പോൾ ഈ കാര്യം പരിഹരിക്കപ്പെടുമെന്ന് വിചാരിച്ചു. വിശ്വാസമല്ലേ അല്ല, വിശ്വസിച്ച് നമ്മളെ രക്ഷിക്കണം. അടുത്ത വിശ്വാസമായി. അമ്മ, ഇവിടെ ഒരുപാട് പേര് ഞങ്ങൾ കാണുന്നവരൊക്കെ ഇതുപോലെ അവരുടെ അനുഭവങ്ങളൊക്കെ നല്ല നല്ല അവർ പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അവർ തുടർന്ന് അവരുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും അയൽക്കാരുടെ അടുത്തൊക്കെ പറയും. ഞാൻ ഇപ്പൊ വേറൊരാൾ എൻ്റെ തട്ടപൂജയ്ക്കൊക്കെ തന്നുവിടെയാണ്. അപ്പൊ അവരെ ഒരു കാര്യം നടന്ന് ഇനി അടുത്ത കാര്യത്തിന് തന്നുവിടെയാണ്. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ചോദിക്കാനുള്ളത്. നമ്മൾ ചോദിക്കാൻ വിട്ടുപോയൊരു കാര്യമാണ്, ഈ ചില ആളുകൾക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ എത്തിച്ചേരാതിരുന്ന് കഴിഞ്ഞാൽ മറ്റൊരാളുടെ അടുത്ത് കൊടുത്തു വിടുകയോ അല്ലെങ്കിൽ ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞ് പൂജ ചെയ്താൽ അതിന് ഫലം കിട്ടും. അവർ ഓൺലൈനായിട്ട് ഒരു ദിവസം ഒരു 25 പേരെങ്കിലും വെളി രാജ്യത്തുണ്ട് എന്നോട് പൂജ ചെയ്യുന്നു. അല്ല, അവർക്ക് വരാനൊക്കാത്ത സാഹചര്യങ്ങളുണ്ട്. വെളി രാജ്യത്ത് നിൽക്കുന്നവർക്ക് വരാക്കില്ല. അവർ ഡെയിലി ഒരു 25 പേരെങ്കിലും ഓൺലൈനായിട്ട് പൂജ ചെയ്യുന്നവർ. കിടപ്പ് രോഗികളല്ല, വെളി രാജ്യത്ത് നിൽക്കുന്നവർ അവർക്ക് വരാക്കില്ല. കിടപ്പ് രോഗിയൊക്കെ അവരെ
വിളിച്ചിട്ട് പറയാം എനിക്ക് ഇന്ന ബുദ്ധിമുട്ടാണ് പൂജ ചെയ്തു കൊടുക്കും. അവരും ഓൺലൈനിൽ അല്ല അത് ചെയ്ത് അവരെ കാര്യം അസുഖം മാറി ഇവിടെ വന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഡെയിലി ഓരോരുത്തർക്ക് ചെയ്തു കൊടുക്കുന്നത്. ലക്ഷ്മി നാരായണനാണ് ഇരിക്കുന്നത്, മഹാലക്ഷ്മി ഇരിക്കുന്ന ഭൂമിയിലെ ഏക ക്ഷേത്രം ഇതാണ്. ഐശ്വര്യവും സമ്പത്തും ആയുസ്സും ആരോഗ്യവും സർവ്വ ദുരിതങ്ങളും മാറ്റുന്നവരാണ് ദൈവം. അപ്പൊ ഏതായാലും അത്ഭുതങ്ങളുടെ ഘോഷയാത്ര നടക്കുന്ന ഒരു കുന്നാണ് ഈ വവ്വാക്കുന്ന്. ഇനിയിപ്പോ അടുത്ത അത്ഭുതം ഒന്ന് വരും. ജലം ഇവിടെ വരും, കഴിയുമ്പോ ഭൂമിയിൽ നിന്ന് ജലം പൊട്ടും. ദിവസങ്ങൾക്കകം തീർത്ഥം ഉണ്ടാവുക. വലിയൊരു പ്രവചനമാണ് നടത്തിയിരിക്കുന്നത്. വരും, ഉണ്ടാവും എന്ന് പറയാൻ കാരണം അതിനെ കാണിച്ചു കഴിഞ്ഞു. ആ ജലം എടുത്തു നടക്കുമെന്നല്ലേ പറയുന്നത്. നടന്നില്ലെങ്കിൽ ചോദിക്കണ്ട. നമ്മളിപ്പോ നിർബന്ധിച്ചാരെയും പറയുന്നില്ലല്ലോ. ഞാൻ കണ്ട കാര്യം പറയുന്നു. അതിന്റെ തീർത്ഥം എടുത്ത് കൊടുത്താൽ സർവ്വ രോഗങ്ങളും മാറും. ആ കിണറ്റിൽ നിന്ന് ആ തീർത്ഥം എടുത്ത് കൊടുത്താൽ സർവ്വ രോഗങ്ങളും മാറും. അതിനുള്ള സാധ്യത ഇവിടെ ഉണ്ട്. ഭഗവാൻ ഒരു ഞാൻ 50 രൂപയ്ക്ക് വില ചെയ്താൽ 50 രൂപ ഭഗവാൻ കൊടുക്കും. അല്ലാതെ ചുമ്മാ ഇരുന്ന ദൈവം കൊടുക്കില്ല. നമ്മൾ വേല ചെയ്യണം. നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ച് വേല ചെയ്യുമ്പോൾ 50 രൂപയ്ക്കാണ് വില. 50 രൂപ കൂടെ ഭഗവാൻ കൊടുക്കും. അപ്പം 100 ആവും. അതല്ലേ രക്ഷ. അതാണ് താമ്പാതി ദൈവം പാതി. അല്ല നമ്മൾ മാത്രം ഇതിന് ഭഗവാൻ തരുമെന്ന് പറഞ്ഞാൽ ഒന്നും തരില്ല. നമ്മൾ വിളിക്കണം ഭഗവാനെ. എന്ത് കഷ്ടപ്പെട്ടും ഭഗവാനെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ വേല ചെയ്യുക, അധ്വാനിക്കണം. അതിൻ്റെ ഫലം ഭഗവാൻ തരും. ഏത് പൂജയ്ക്ക് ഇവിടെ ഒരുങ്ങുന്ന ആ സമയത്ത് മേളി പരന്തു. ഏതായാലും ഒരുപാട് പേർക്ക് ഉപയോഗപ്പെടുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെയാണ് ദിവസവും ഞങ്ങൾക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിലും കൂടുതൽ ആളുകളുടെ അനുഭവങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നതാണ്. ക്യാമറമാൻ വിപിൻ വേണൂരോടൊപ്പം രജനീഷ്, വിസ്മയ ന്യൂസ്.